ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ചിക്കള്ളക്കൊക്കൻ എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ മൂവി കണ്ടു. ഒരു എന്താ പറയുക, നമ്മൾ മൂവി ലവർ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ മൂവി നന്നായിട്ട് ഇഷ്ടമായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തേക്കുന്നത് ജേണർ. ആ ജേണർ എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കാൻ തോന്നിയത്. കാരണം ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അവർ ഈ മൂവി എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഫിക്ഷണൽ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക കേരള ബോർഡറിൽ നടക്കുന്ന സ്റ്റോറി ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ കൂടുതലും ആക്ഷനും ത്രില്ലർ, അതായത് മർഡർ മിസ്റ്ററി, അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മൂവി. ആസ് എ സച്ച് ആ ജേണർ വെച്ച് നോക്കുകയാണെങ്കിൽ മൂവി അടിപൊളി മൂവിയാണ്. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് ചെമ്പൻ വിനോദ്, ലുക്മാൻ അർവാൻ, സെന്തിൽ, മണികണ്ഠൻ ആചാരി, ശ്രീജിത്ത് രവി, പിന്നെ 2 പയ്യന്മാരുണ്ട്. നമ്മുടെ അങ്കമാലി ഡയറീസിലൊക്കെ കണ്ട പുള്ളിക്കാരനൊക്കെയാണ്. പിന്നെ അങ്കമാലി ഡയറീസിൽ തന്നെ പൊതുവെ കണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ് ഇതിലും അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ആരാണ് ഇതിൻ്റെ ഡയറക്ടർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഉല്ലാസ് ചെമ്പൻ വിനോദിൻ്റെ ബ്രദറാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി നടക്കുന്നത് ഫുള്ളും നമ്മുടെ ലുക്മാൻ അർവാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ മൂവി നടക്കുന്നത്. ആൾ ആദ്യമായിട്ട് പോലീസായിട്ട് ജോയിൻ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനാണ്. ഇതൊരു കർണാടക ബോർഡറിൽ നടക്കുന്ന ഒരു കഥയായിട്ട് അവിടുത്തെ മെയിൻ ആളായിട്ടാണ് നമ്മുടെ ചെമ്പൻ വിനോദ് ചെയ്യുന്ന കഥാപാത്രത്തെ കാണിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ആളുടെ ഒരു ലുക്കിൽ തന്നെ നല്ലൊരു വെറൈറ്റി ലുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. മുട്ടത്തലയും കുറച്ച് ഇടയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു ഭീകരതയും, ഇടയ്ക്ക് നമുക്ക് ആളൊരു പാവ മനുഷ്യനാണെന്ന് തോന്നുന്ന ഒരു ലുക്കാണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും കുറേ മിസ്റ്ററീസ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും കുറേ ക്രൈമുകൾ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലുക്മാൻ അർവാൻ്റെ തുടക്കക്കാരൻ്റെ കുറേ പ്രശ്നങ്ങളും അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളൊരു ലാൻഡ് ലോഡിനെ അവിടുത്തെ ശ്രീജിത്ത് രവിനെ ആര് കൊല്ലുന്നു, അത് കേസ് അന്വേഷണം നടക്കുന്നതും ആ കേസ് അന്വേഷണം ബന്ധപ്പെട്ട് അതിൻ്റെ ശ്രീജിത്ത് രവിയുടെ 2 മക്കൾ വരുന്നതും അവരുടെ ക്യാരക്ടേഴ്സ്, ആ 2 മക്കളുടെ ക്യാരക്ടേഴ്സ് നല്ല രസമായിട്ട് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഇൻട്രോയും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഡ്രൈ സെറ്റപ്പ് കാണിക്കുക, പിന്നെ തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ എല്ലാവരും സ്റ്റൈലിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ആ 2 ക്യാരക്ടേഴ്സിനെ, മരിച്ചുപോയ ആളുടെ മക്കളെ കാണിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ചായക്കട സീനുണ്ട്, അടിപൊളിയാണ്. അവിടുത്തെ ആക്ഷൻ സീൻസും എല്ലാം സൂപ്പറാണ്. ഇതിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ BGM നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ മൂവിക്ക്. ഈവൻ ചിലതൊക്കെ പാട്ടിലൂടെയാണ് കാണിക്കുന്നതും. ടുവേഴ്സ് ദി എൻഡ് ഒരു ആക്ഷൻ സീനുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു ആക്ഷൻ സീൻസ്, അത് ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. എനിക്കിഷ്ടമായി. അതിൻ്റെ ഇപ്പോൾ എന്താണ് നടന്നതെന്നും പല രീതിയിലാണ് അതിൽ കാണിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് മൂവിയിലൊക്കെ പൊതുവെ കാണിക്കുന്ന സ്റ്റൈലൊക്കെയാണ് അതിൽ ബാക്ക് അടിക്കുക, ഫോർവേഡ് അടിക്കുക, അങ്ങനത്തെ ഒരു മെത്തേഡാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം കണക്ട് ചെയ്ത് ആരൊക്കെ മരിക്കുന്നു, ആരൊക്കെ മരിക്കാതിരിക്കുന്നു, അതൊക്കെ കാണിക്കുന്ന രീതിയും അടിപൊളിയായിട്ടുണ്ട്. ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പറയുകയാണെങ്കിൽ, നെഗറ്റീവ് പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ, എനിക്ക് കളർ ഗ്രേഡിങ് ചെയ്ത് കുറച്ച് ഓവറായോ എന്ന് ചില സമയത്ത് തോന്നി. ഈ നമ്മുടെ കേരളമാണ്, കൂടുതൽ പച്ചപ്പുള്ള സ്ഥലമാണ്. ഈ തേയിലത്തോട്ടമൊക്കെ കാണിക്കുമ്പോൾ അവിടുത്തെ പച്ചപ്പൊക്കെ ശരിക്കും ഡീസാച്ചുറേറ്റ് ചെയ്ത് ബ്രൗണിഷ് കളറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ച് ഓവറായ പോലെ എനിക്ക് തോന്നി. പിന്നെ സ്റ്റോറിയിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്റ്റോറിയും ഒരു ആവറേജ് സ്റ്റോറിയേ ഉള്ളൂ. പക്ഷേ അത് മേക്കിംഗ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരെ കാണിക്കുമ്പോഴൊക്കെ ഒരു സ്ലോ മോഷൻ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈറ്റിലാണ്. ടൈറ്റിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ട് കുറേ പ്രാവശ്യം എനിക്ക് പ്രശ്നം വന്ന ഒരു കാര്യമാണ്. 5 കള്ളക്കൊക്കൻ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ എന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് തന്നെ ശരിയാണോ സംശയമാണ്. അങ്ങനെ ഒരു ടങ് ട്വിസ്റ്റർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് ഈ മൂവിക്ക്. അപ്പോൾ ആ ടൈറ്റിൽ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും അങ്ങോട്ടൊക്കെ പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുപ്പെടുമോ എന്ന് എനിക്ക് സംശയമാണ്. എല്ലാവരും കൊണ്ട് ഷെയർ ചെയ്യും. ഇപ്പോൾ ഈ മൂവി കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാളുടെ അടുത്ത് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. കള്ളക്കൊക്കൻ എന്ന് പറയുന്നത് 5 കള്ളക്കൊക്കൻ എന്ന് പറയാൻ തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് നെഗറ്റീവ് സൈഡാണോ, അത് ഒരു പ്രൊമോഷൻ സൈഡായിട്ട് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൽ ലുക്മാൻ അർവാൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പും കാണിക്കുന്നതും ടുവേഴ്സ് ദ എൻഡ് ക്ലൈമാക്സിൽ വരുന്ന സിറ്റുവേഷനൊക്കെ ഒരു ചെറിയൊരു പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ നമുക്ക് ഫീൽ ചെയ്തു മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷേ ആളുടെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന ആക്ഷൻ സീൻസും ടുവേഴ്സ് ദ എൻഡ് കാണിക്കുന്ന ആക്ഷൻ സീൻസൊക്കെ നല്ല രസമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ സ്റ്റൈല് ട്രീറ്റ്മെൻറ്റ് എടുത്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. മൂവി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ ജേണറിന് എനിക്ക് കിട്ടിയിരിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെ 7.5 ഔട്ട് ഓഫ് 10 ആണ്. ഈ മൂവി കാണുമ്പോൾ നല്ല ഹെഡ്സെറ്റും നല്ല സൗണ്ട് സിസ്റ്റത്തിലേക്ക് കാണുകയാണെങ്കിൽ നല്ല ഇമ്പാക്റ്റ് കിട്ടും നമുക്ക് ഈ മൂവി കാണുമ്പോൾ. ശരിക്കും നമ്മൾ ഒരു ലോകത്തിൽ ആ ഒരു എന്താ പറയുക, ഒരു ഫിക്ഷൻ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കും. നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. 5 കള്ളക്കൊക്കൻ.